നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വളരെ വലിയ സ്നേഹ നമസ്കാരം. നമ്മൾക്കറിയാം ഇസ്ലാം എന്ന് പറയുന്ന ആ ഒരു മതം, നമ്മൾ അതിനെ കുറ്റപ്പെടുത്താറൊന്നുമില്ല. നമ്മൾക്കൊക്കെ ഒരുപാട് നല്ല ഇസ്ലാമുകൾ ഉണ്ട് എന്നുള്ളത് സംശയാസ്പദമാണ്. എന്നിരുന്നാലും അത്തരത്തിൽ പറയപ്പെടുന്ന ഒരു കൂട്ടം ആളുകളൊക്കെ എനിക്കും സുഹൃത്തുക്കളായിട്ട് ഉണ്ട് കേട്ടോ. എന്നിരുന്നാലും നമ്മൾക്ക് പറയാനുള്ളത് പറയാതിരിക്കാനാവില്ല. നമ്മൾ എല്ലാ സമയത്തും കേൾക്കുന്ന ഒന്ന് തന്നെയാണ് മനുസ്മൃതി എന്ന് പറയുന്ന ആ ഒരു ഹൈന്ദവരുടെ ദേഹത്ത് കെട്ടിവെക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കിതാബ്. ആ കിതാബിലുള്ള മാനവികതയ്ക്ക് നിരക്കാത്ത ഒരുപാട് വചനങ്ങളും ഒരുപാട് സ്തോത്രങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് ഓരോ ഹിന്ദുവിനിട്ടും പണിയാൻ വേണ്ടി നടക്കുന്ന ഇസ്ലാമിക നാമധാരികളെ നമ്മൾക്കറിയാം. ആ നാമധാരികളോട് ചോദിക്കാനുള്ള കുറച്ച് ചോദ്യങ്ങൾ സത്യത്തിൽ എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് ആയിട്ട് കിട്ടിയതാണ്. അപ്പോൾ ഞാനത് വായിച്ച സമയത്ത് നമ്മൾക്ക് അറിയാത്ത വിഭാഗമാണ് മുസ്ലിങ്ങളുടെ ഇത്തരത്തിൽ ഖുറാനിൽ ഇതുണ്ടോ അതല്ലെങ്കിൽ ഹദീസിൽ ഇതുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾക്ക് അറിയാത്ത ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഞാനത് ജാമിദ ടീച്ചറോട് ചോദിച്ചു, ടീച്ചറെ ഇതൊക്കെ ഉണ്ടോ, ശരിയാണോ എന്നുള്ളത് ഓരോന്ന് വായിച്ചുകൊണ്ട് തന്നെ ആ വായിച്ചിട്ടുള്ള ആ ടീച്ചർ പറയുന്ന ആ ഒരു ഉത്തരമുണ്ടല്ലോ, ജാമിദ ടീച്ചർ പറയുന്ന ആ പോർഷൻ, അത് നിങ്ങളെ ഞാൻ ആദ്യം ഒന്ന് കേൾപ്പിക്കാം. സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും നികൃഷ്ടർ ബഹുദൈവ വിശ്വാസികളാകുന്നു. അവരാകട്ടെ നിത്യ നരകവാസികൾ. ഖുറാൻ 98:6. ശരിയാണോ? ശരിയാണ്. നിങ്ങൾ യഹൂദരെയും ക്രിസ്ത്യാനികളെയും ഉറ്റമിത്രങ്ങളാക്കരുത്. ഖുറാൻ 5:51. ശരിയാണോ? ബഹുദൈവ വിശ്വാസികൾ അശുദ്ധരാണ്. ഖുറാൻ 9:28. ശരിയാണോ? ശരിയാണ്. ബഹുദൈവ വിശ്വാസികൾ ഉപയോഗിക്കുന്ന ചിത്രങ്ങൾ മുസ്ലിങ്ങൾ ഉപയോഗിക്കരുത്. ശരിയാണോ? ശരിയാണ്. സത്യവിശ്വാസികളെ നിങ്ങൾ അമുസ്ലിങ്ങളെ മിത്രങ്ങളായി സ്വീകരിക്കരുത്. ശരിയാണോ? ശരിയാണ്. ജൂതന്മാരിലും ക്രിസ്ത്യാനികളിലും അല്ലാഹുവിനെയും അവന്റെ ദൂതനെ അംഗീകരിക്കാത്തവരും ഇസ്ലാമിനെ മതമായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളുക, അവർ കീഴടങ്ങിക്കൊണ്ട് കയ്യോടെ കപ്പം കൊടുക്കുന്നത് വരെ. ശരിയാണോ? അമുസ്ലിങ്ങളായ മാതാപിതാക്കന്മാരെ സത്യവിശ്വാസികൾ രക്ഷാകർത്താക്കളായി സ്വീകരിക്കരുത്. ശരിയാണോ? ശരിയാണ്. അല്ലാഹുവിങ്കിൽ മതം ഇസ്ലാം മാത്രം. ഖുറാൻ. ശരിയാണോ? ഒരു വ്യഭിചാരി മറ്റൊരു വ്യഭിചാരിയെയോ അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസിയെയോ അല്ലാതെ വേറെ ആരെയും വിവാഹം കഴിക്കാറില്ല. ഇസ്ലാമിൽ ഇവ രണ്ടും നിഷിദ്ധമാവുന്നു. ശരിയാണോ? മുഹമ്മദ് പറഞ്ഞു, അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ഞാൻ പുറത്താക്കും. മുസ്ലിങ്ങളെ അല്ലാതെ ആരെയും അവിടെ തുടരാൻ അനുവദിക്കില്ല. ശരിയാണോ? നോക്കൂ, ഇതിൽ വെറും ജാമിദ ടീച്ചർ പറയുന്നത് അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നത് വെറും 10 പോയിന്റുകൾ മാത്രമാണ്. ഏറ്റവും രസകരം, ഈ ചോദ്യം ചോദിച്ചു തുടങ്ങിയപ്പോ തന്നെ ടീച്ചർ പറഞ്ഞു, ഇത് ഞാൻ എഴുതിയ ഒരു പോസ്റ്റ് ആണല്ലോടാ എന്നുള്ളത് എന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ സത്യത്തിൽ എനിക്ക് ചിരി വന്നു. കുറച്ച് ആ ഭാഗമൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞതാണ്. ടീച്ചറോട് ചോദ്യം ചോദിച്ച ഭാഗങ്ങൾ മാത്രമേ വെച്ചിട്ടുള്ളൂ. അത്തരത്തിൽ ടീച്ചർ മാസങ്ങൾക്ക് മുൻപേ എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ അതല്ലെങ്കിൽ എന്തോ ഒരു കുറിപ്പോ ആണ് ഈ പറയുന്ന പോസ്റ്റ്. ഇതൊന്ന് വ്യാപകമായിട്ട് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ടോമി സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന എസൻസ് ഗ്ലോബൽ എന്ന് പറയുന്ന സംഘടനയുടെ ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി. ആ വ്യക്തി ലോകം ഇന്ന് ആരാധനയോടെ അതല്ലെങ്കിൽ ബഹുമാനത്തോടു കൂടി ഭഗവത്ഗീത എന്ന് പറയുന്ന ഭാരതത്തിന്റെ സംസ്കൃതിയെ നോക്കി കാണുന്ന സമയത്ത് അതിൽ അസൂയ പൂണ്ടുകൊണ്ടോ അതല്ലെങ്കിൽ ഇസ്ലാമിക ജിഹാദികളിൽ നിന്നും പണം കൈപ്പറ്റിക്കൊണ്ടോ അച്ചാരം കൈപ്പറ്റിക്കൊണ്ടോ എന്തോ അതിനെ വളരെ മോശമായ രീതിയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പച്ചത്തെറി വിളിക്കുന്നതാണ് ഭഗവത്ഗീത എന്ന് വരെ പറഞ്ഞു കളഞ്ഞ ആ മഹാന്റെ ആ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസമൊക്കെ വൈറലായത് നമ്മൾ കണ്ടു. അത് മാത്രമല്ല, സ്വന്തം ഭാര്യയെ കൂട്ടിക്കൊടുത്തവന്റെ പേരാണ് ധർമ്മപുത്രർ എന്നുള്ള മറ്റൊരു വീഡിയോ കഴിഞ്ഞ ദിവസം അതിന്റെ ഒരു പോർഷൻ ഞാൻ കണ്ടു. അത്തരത്തിൽ ഒരുപാട് ഹിന്ദു വിരുദ്ധത, ഹൈന്ദവ സംസ്കാര വിരുദ്ധത, ഭാരത സംസ്കാരത്തെ അവഹേളിക്കുന്ന രീതിയിലുള്ള ആ വീഡിയോകൾ അത്ര കണ്ട് വൈറൽ ആയതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ ഒരു പോസ്റ്റ് വീണ്ടും ഇത് വൈറലാവാൻ കാരണം എന്ന് നമ്മൾ എടുത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ പറയുന്ന ആദ്യത്തെ ഭാഗം പറയുന്നത്, സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും നികൃഷ്ടർ ബഹുദൈവ വിശ്വാസികളാകുന്നു. അവരാവട്ടെ നിത്യ നരകവാസികൾ. ബഹുദൈവ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഹൈന്ദവ മതത്തെ തന്നെയാണ്, ഹിന്ദു സംസ്കാരത്തെ തന്നെയാണ് ഇവർ പേരെടുത്ത് പറയുന്നില്ലെങ്കിൽ പോലും ബഹുദൈവ വിശ്വാസികൾ എന്നതിലൂടെ കൃത്യമായിട്ടും അർത്ഥമാക്കുന്നത് എന്ന് നമ്മൾക്ക് ഏവർക്കും അറിയാം. ഇത് ഖുറാൻ 98:6 ഉള്ളതാണ് എന്ന് പറയുന്നു. ടീച്ചർ അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇനിയോ
നിങ്ങൾ യഹൂദരെയും ക്രിസ്ത്യാനികളെയും ഉറ്റമിത്രങ്ങളാക്കരുത്. അതായത് ഞമ്മന്റെ ആളുകളെ മാത്രമേ ഉറ്റമിത്രങ്ങളാക്കാൻ പാടുള്ളൂ. അതും ഖുറാൻ വചനമാണെന്ന് പറയുന്നു. ബഹുദൈവ വിശ്വാസികൾ അശുദ്ധരാണ് എന്ന് അടുത്ത വചനം പറയുന്നു. അതും ഖുറാൻ വചനമാണ്. ബഹുദൈവ വിശ്വാസികൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ മുസ്ലിങ്ങൾ ഉപയോഗിക്കരുത്. കാരണം പാത്രങ്ങളിൽ വരെ ഈ അയിത്തം കൽപ്പിക്കുന്നത്. എന്നിട്ട് ഇവരാണ് ഈ നമ്പൂതിരിമാരെയും നായന്മാരെയും ഒക്കെ കളിയാക്കാൻ. പഴയ കാലത്ത് ഏതോ ഒരു കാലഘട്ടത്തിൽ നമ്പൂതിരിമാരും നായന്മാരും ഒക്കെ താഴേക്കിടയിലുള്ള എന്ന രീതിയിലേക്ക് ജാതി വ്യത്യാസം കൊണ്ടുവന്ന് മാനുഷിക അതല്ലെങ്കിൽ മാനവികത മറന്നുകൊണ്ട് പെരുമാറിയിരുന്നു എന്ന കാലഘട്ടത്തെ കുറ്റപ്പെടുത്തുന്നത് ഇവരാണ്. കാരണം ഇവരൊക്കെ വിശുദ്ധ കിതാബ് എന്ന് കരുതി നടക്കുന്ന ഈ കിതാബിനുള്ളിൽ ഇത് എഴുതി വെച്ചിട്ടുണ്ട്, ബഹുദൈവ വിശ്വാസികൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ മുസ്ലിങ്ങൾ ഉപയോഗിക്കരുത്. സത്യവിശ്വാസികളെ നിങ്ങൾ അമുസ്ലിങ്ങളെ മിത്രങ്ങളായി സ്വീകരിക്കരുത്. അതാണ് അടുത്ത് വരുന്നത്. ഇനി മിത്രങ്ങളായി സ്വീകരിക്കുന്നത് ഇവർ എന്തിനാണ് എന്നുള്ളത് നമ്മൾ കണ്ടു. ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അവർ മിത്രങ്ങളായി വരുന്നു, പിന്നീട് ആ പെൺകുട്ടികളെ മാറ്റപ്പെടുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ജൂതന്മാരിലും ക്രിസ്ത്യാനികളും അള്ളാഹുവിനെയും അവന്റെ ദൂതനെ അംഗീകരിക്കാത്തവരും ഇസ്ലാമിനെ മതമായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളുക, അവർ കീഴടങ്ങിക്കൊണ്ട് കയ്യോടെ കപ്പം കൊടുക്കുന്നത് വരെ. ഇതാണ് ഇവർ സ്ഥിരമായിട്ട് ലോകത്താകമാനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം. എല്ലാം ലോകം മുഴുവൻ തങ്ങളുടെ കാൽച്ചുവട്ടിലേക്ക് വരണമെന്ന്, ഞമ്മന്റെ കാൽച്ചുവട്ടിലേക്ക് വരണം. അമുസ്ലിങ്ങളായ മാതാപിതാക്കന്മാരെ സത്യവിശ്വാസികൾ രക്ഷാകർത്താക്കൾ ആയി സ്വീകരിക്കരുത്. അതായത് നക്കുപ്പിന് ഗതിയില്ലെങ്കിൽ പോലും ആരെങ്കിലും, ഒരു അമുസ്ലിം എന്ന് പറഞ്ഞാൽ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ഇനി ജൂതനോ ഒക്കെ ആവട്ടെ, മുസ്ലിം അല്ലാത്ത ആരും ആവട്ടെ, അവർ സഹായിക്കാൻ വന്നു കഴിഞ്ഞാൽ അവരെ സഹായം സ്വീകരിക്കരുത് എന്ന് മാത്രമല്ല അവരെ വേണമെങ്കിൽ കൊല്ലാനും വകുപ്പുണ്ട് എന്നുള്ളതാണ്. അള്ളാഹുവിൽ മതം ഇസ്ലാം മാത്രം, വേറെ ഒരു മതവും ഇല്ല എന്നാണ് ഖുർആൻ പറയുന്നത്. ഒരു വ്യഭിചാരി മറ്റൊരു വ്യഭിചാരിയെയോ അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസി അല്ലാതെ വേറെ ആരെയും വിവാഹം കഴിക്കാറില്ല. ഇസ്ലാമിൽ ഇവ രണ്ടും നിഷിദ്ധമാവുന്നു. മുഹമ്മദ് പറഞ്ഞു, അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ഞാൻ പുറത്താക്കും, മുസ്ലിങ്ങളെ അല്ലാതെ ആരെയും അവിടെ തുടരാൻ അനുവദിക്കില്ല. ഇത്തരത്തിൽ 10ഓളം പോയിന്റുകൾ മാത്രമാണ് ടീച്ചർ ആ കുറിപ്പിൽ ഇട്ടിരുന്നത്. ഇനിയും എത്ര പോയിന്റുകൾ ഉണ്ട് എന്നുള്ളത് സെബാസ്റ്റ്യൻ പുന്നക്കലിന്റെ അദ്ദേഹത്തിന്റെയൊക്കെ വീഡിയോകൾ കാണുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും. മാത്രമല്ല ജാമിദ ടീച്ചറെ തന്നെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും. അനിൽ കൊടിത്തോട്ടമുണ്ട്. ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഇനി എന്തുകൊണ്ടായിരിക്കാം ഇവരെല്ലാവരും ഈ ഇസ്ലാം മതത്തെ പറയുന്നത് എന്ന് ചോദിക്കുന്നിടത്താണ് ഇസ്ലാമുകൾ ഇന്നും അന്നും ഏത് കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിലും ഇന്നും ഇവർ ഫോളോ ചെയ്യുന്നത് ഇതേ സിസ്റ്റം തന്നെയാണ്. ഇവർക്കൊരു മാറ്റവും വന്നിട്ടില്ല. അതല്ലെങ്കിൽ മാറാൻ ഇവർ തയ്യാറല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ മാറാൻ തയ്യാറല്ലാത്തത് കൊണ്ട് തന്നെയാണ് മാറ്റപ്പെടുക തന്നെ വേണം, മാറാത്തത് മാറ്റപ്പെടുക തന്നെ വേണം എന്നുള്ളത് ഞമ്മന്റെ കമ്മ്യൂണിസ്റ്റുകളുടെ ഒരു സംഭവമാണല്ലോ, മുദ്രാവാക്യമാണല്ലോ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മാനവികതയ്ക്ക് നിരക്കാത്തത്, മാനുഷിക പരിഗണന പോലും ഇല്ലാത്ത ദുഷ്ടത്തരങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റപ്പെടുക തന്നെ വേണം. അത് മാറ്റാൻ വേണ്ടി മുന്നോട്ട് വരേണ്ട സമുദായം അവർ തന്നെയാണ്. അല്ലാതെ അവർ തന്നെ മുന്നോട്ട് വന്നുകൊണ്ട് ഇത് തെറ്റാണ്, ഇത് മാറ്റപ്പെടേണ്ടതാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ മറ്റൊരാളും അവരെ വിമർശിക്കില്ല. അതുകൊണ്ട് തന്നെ ഇവർ വരാത്തിടത്തോളം കാലം തന്നെയാണ് ഇതിനുള്ളിലുള്ളത് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് പുറത്തെത്തിക്കേണ്ടത് ഓരോ മനുഷ്യന്റെയും ഉത്തരവാദിത്വം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ ഇത്തരത്തിലുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്. അല്ലാതെ നമുക്ക് വേറെ പണിയില്ലാത്തത് കൊണ്ടൊന്നുമല്ല ഈ കാര്യങ്ങൾ വിളിച്ചു പറയുന്നത്. അല്ലാതെ നമ്മൾക്കൂടെ വർഗീയ പട്ടം ചാർത്തി തന്നിട്ട് സംഘി പട്ടം അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പട്ടം ചാർത്തി നമുക്ക് ആ പട്ടം കൊണ്ട് അന്നം കഴിക്കാനൊന്നും പറ്റില്ല. പക്ഷെ നമ്മൾ പറയാനുള്ളത് പച്ചയ്ക്ക് പറയുമ്പോൾ ആ പട്ടം കിട്ടുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്തായാലും ഇതിന് വല്ല സുഡാപ്പികൾക്കും നമ്മുടെ വീഡിയോയ്ക്ക് താഴേക്ക് വന്നുകൊണ്ട് വീട്ടിലിരിക്കുന്നവന്റെയൊക്കെ അവന്റെ ഉമ്മയുടെയും പെങ്ങളുടെയും സഹോദരിയുടെയും അതല്ലെങ്കിൽ മോളുടെയും ഒക്കെ ഈ അവയവം തന്നെയാണ് എന്റെ വീട്ടിലുള്ളവർക്കും എന്നത് മനസ്സിലാക്കാതെ അവന്റെ മോളുടെ, അവന്റെ ഭാര്യയുടെ, അവന്റെ അമ്മയുടേതൊക്കെ കണ്ടുകൊണ്ട് പച്ചത്തെറി ഇവിടെ വന്ന് വിളമ്പുന്ന ഇവന്മാർക്ക്, മുക്കാലുകൾക്ക് ഇതിന് വല്ല മറുപടിയും ഉണ്ടോ എന്നത് മാത്രമാണ് ഇവിടെ പ്രസക്തമായ ചോദ്യം. ആ ചോദ്യം ഈ സുഡാപ്പി വർഗത്തിന്റെ മുമ്പിലേക്ക് ഇട്ടുകൊണ്ട് നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.